സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ ശക്തമാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പത്തനംതിട്ട ആറന്മുള മേഖലയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ക്യാമ്പുകളിൽ നിന്ന് നിരവധി പേർ വീടുകളിലേക്ക് മടങ്ങി. മറ്റന്നാൾ വരെ ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മറ്റുള്ളവർ ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. ശശിനാരായണനാണ് കോട്ടയം ജില്ലയിലെ വാർത്തകളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ക്ഷമിക്കണം, നമുക്ക് ആദ്യം പത്തനംതിട്ട ജില്ലയിലേക്കൊന്ന് പോകാം. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശശി, പത്തനംതിട്ട ജില്ലയിൽ എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ? റാന്നി പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഒഴിഞ്ഞോ? ജനങ്ങളുടെ ഭീതിയൊക്കെ ഒഴിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിയിട്ടുണ്ടോ? സാറ, തീർച്ചയായും പത്തനംതിട്ട ജില്ലയിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാത്രി മാത്രമാണ് മഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. റാന്നി പൂർണ്ണമായും വെള്ളം ഇറങ്ങിയ സ്ഥിതിയാണ്. അവിടെ സാധാരണ രീതിയിലേക്ക് ജനജീവിതം മാറിയിരിക്കുന്നു. കാരണം ടൗണിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയ രീതിയുണ്ട്. എന്തായാലും കടകളും വീടുകളും ഒക്കെ ശുചിയാക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം റാന്നിയിലുള്ളവരൊക്കെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആറന്മുളയിലേക്ക് വരികയാണെങ്കിൽ ആറന്മുള ടൗണിലൊക്കെ നേരത്തെ ഭയങ്കര വെള്ളമായിരുന്നു, വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് ചില വെള്ളക്കെട്ടുകൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആറന്മുളയിലും വെള്ളം ഭാഗികമായി ഇറങ്ങിയ ഒരു സ്ഥിതിയാണ്. ഉള്ളാണ പ്രദേശങ്ങൾ, അതിന്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലാണ് വെള്ളക്കെട്ട് ഇപ്പോഴും ഉള്ളത്. അത് നേരിയ തോതിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആറന്മുളയിൽ ഉള്ള സ്ഥിതികൾ പറയാനുള്ളത്. അതേസമയം അപ്പർ കുട്ടനാട് മേഖലയിലെ സ്ഥിതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവല്ലയിലെ പല സ്ഥലങ്ങളിലും, തിരുവനന്തപുരം, അതുപോലെ തന്നെ നിരണം, കടപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നദിയിലെ ജലനിരപ്പിനും നേരിയ കുറവുണ്ട്. പമ്പാ നദിയിലെ, അച്ചൻകോൽ നദിയിലെയും ജലനിരപ്പ് പൂർണ്ണമായും ഒരു ഭാഗികമായ രീതിയിൽ ഒരു നേരിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഇന്നലെയും ഇന്നുമായി വലിയ രീതിയിൽ മഴയില്ല. പക്ഷേ ഇന്നലെ രാത്രി മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു മഴ ഉണ്ടായിരുന്നത്. അതും കിഴക്കൻ മലയോര മേഖലകളിലാണ് മഴ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നദിയിലെ ജലനിരപ്പ് ഇതുവരെ ഉയർന്നതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും വലിയ ദുരിതങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി, ഒരാഴ്ചയായി പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ റാന്നി പൂർണ്ണമായി വെള്ളം ഒഴിവായിരിക്കുന്നു. ഒപ്പം ആറന്മുളയും അതുപോലെ സമാനമായ രീതിയിൽ ഭാഗികമായ രീതിയിൽ വെള്ളം ഒഴിവായിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിലൊക്കെ ഒഴിവായിട്ടുണ്ട്. എന്തായാലും ഗതാഗതം പല സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ടുള്ള പന്തളം, ചെങ്ങന്നൂർ റോഡിലൊക്കെ ഗതാഗതം പൂർണ്ണമായും നടക്കുന്ന രീതിയാണുള്ളത്. തിരുവല്ല മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് MC റോഡിൽ വെള്ളക്കെട്ട് ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഗതാഗതത്തിന് പ്രശ്നമില്ല. അതേസമയം താഴ്ന്ന കുറെ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ഈ MC റോഡിലുണ്ട്. ഈ ക്യാമ്പുകൾ കഴിയുന്ന ആളുകൾ വീടുകളിലേക്ക് ചിലരൊക്കെ മടങ്ങാൻ തയ്യാറുണ്ട്. അത് ആറന്മുള സൈഡിലാണ്, റാന്നി അടക്കമുള്ള മേഖലയിലാണ്. അതേസമയം തിരുവല്ല സൈനുകളിലെ ക്യാമ്പിൽ തുടരുന്ന ആളുകൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ കാലാവസ്ഥ മുന്നറിയിപ്പുള്ള ഒരു കാര്യം, 6, 7, 8 തീയതികൾ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 8-ാം തീയതി ശേഷമായിരിക്കും ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ള സ്ഥിതിയുള്ളത്. എന്തായാലും വലിയ നഷ്ടമാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ വ്യാപാരികൾക്കും വീട്ടുകാർക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള. വീടുകൾ നാശമായി പോയ ആളുകളുണ്ട്, അതുപോലെ തന്നെ പൂർണ്ണമായി നശിച്ച വീടുകളുണ്ട്. ഒപ്പം വ്യാപാരികൾ കടകമ്പോളങ്ങളിൽ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായ സാഹചര്യമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഈ നഷ്ടപരിഹാരങ്ങളൊക്കെ നൽകുന്നതിന്റെ കാര്യത്തിൽ കണക്കെടുക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഇതുവരെ ഈ സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല എന്നൊരു വിമർശനം കൂടി പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നു. എന്തായാലും ഈ റാന്നി സാധാരണ പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മഴയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ട്, കാരണം സാധാരണ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു. ആറന്മുളയും ഭാഗികമായ തരത്തിലേക്ക് ഒന്നെങ്കിലും അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇനിയും മഴ ഉണ്ടാകുകയാണെങ്കിലാണ് മറ്റു പ്രശ്നങ്ങൾ. നദിയിലെ വെള്ളം കൂടുകയാണെങ്കിൽ മാത്രമാണ്
വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയുള്ളൂ. മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിൽ മത്സ്യത്തൊഴിലാളികളും ഒപ്പം ഫയർഫോഴ്സിന്റെ സംഘവും ഒരു ആദ്യത്തെ ബാച്ച് ആറന്മുളയിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോഴും ഈ 3 സ്ഥലങ്ങളിലും തിരുവല്ലയും ആറന്മുളയും അതുപോലെ തന്നെ റാന്നിയിലും ഇപ്പോഴും തുടരുന്നുണ്ട്. അഗ്നിശമന സേന, NDRF ഒപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ ഇപ്പോഴും ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തുടരുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരു സംഘമാണ്, മറ്റു ജില്ലകളിൽ നിന്നുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം ഈ മഴ മാറിയതോടുകൂടി തിരിച്ച് മടങ്ങിയിട്ടുള്ളത്. എന്തായാലും സാധാരണ ജീവിതത്തിലേക്ക് ഈ പ്രദേശത്തിലെ ആളുകൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലെയും ഇന്നുമായി മഴയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ 3 ദിവസം കൂടി 6, 7, 8 തീയതികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് ഉള്ളത്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കോഴഞ്ചേരി താലൂക്കിലെ എല്ലാ സ്കൂളുകൾക്കും അംഗൻവാടി അടക്കമുള്ള എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ അവധി കൂടി കളക്ടർ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമ്മളുമായി ചേർന്നത്. ഏകദേശം ആശങ്ക ഒഴിയുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ജനവാസമൊക്കെ സാധാരണ അവസ്ഥയിലോട്ട് തിരികെ വരുന്നു, വെള്ളക്കെട്ടൊക്കെ കുറഞ്ഞു തുടങ്ങി, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ പതിയെ മാറി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കോഴഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചില താലൂക്കുകളിലൊക്കെ ഇപ്പോഴും ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട്. പക്ഷെ എന്നാൽ പോലും ചെറിയ മഴ ഇപ്പോഴും ഉണ്ട്. എന്നാലും ആശ്വാസകരമായ വാർത്തകളാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.